ഹായ് സുജി സോളിൻ വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു യാത്രയുടെ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. യാത്രയെന്ന് പറയുമ്പോൾ നമ്മൾ അംബാലയിലാണല്ലോ ഉള്ളത്. അപ്പോൾ അംബാലയിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ അപ്പുറത്തുള്ള അമൃത്സറിലോട്ട് നമുക്ക് പോകാം എന്ന് വിചാരിച്ചു. അവിടുത്തെ അതിശയമായ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ, പിന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം, അതൊക്കെ ഇവിടെ അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകണം, കാണണം. കാരണം ഇങ്ങനത്തെ ഓരോ നിമിഷങ്ങളും നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ജോലി കിട്ടുമ്പോൾ അവിടെ നിൽക്കുമ്പോഴേക്കല്ലേ നമുക്ക് കാണാൻ പറ്റും. ഇതിന് വേണ്ടി നമ്മൾ മെനക്കെട്ട് നാട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ ഭയങ്കര ചിലവും എക്സ്പെൻസൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് കേട്ടോ. ഞാൻ പൂരിയും ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചത്തേക്കുള്ള ചോറും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാറുള്ളതുകൊണ്ട് പിന്നെ എളുപ്പമായി. എല്ലാം കുടിക്കാനുള്ള വെള്ളമാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെളിയിലത്തെ ഭക്ഷണമൊന്നും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല. എന്നാലും ചായയും അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചായിരുന്നു. അങ്ങനെ യാത്ര തിരിച്ചു. ഇനി കുറച്ച് ദൂരവും കൂടെ ഉണ്ട്. അപ്പം ഇടയ്ക്ക് ഒരു ബൈപ്പാസിലാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോഴത്തേക്കും ഒരു സൈഡ് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു. വീണ്ടും നമ്മൾ യാത്രയായി. ഗോൾഡൻ ടെമ്പിളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഗോൾഡ് കളറിലൊരു ചിഹ്നം കണ്ടോ, അതാണ് അവിടുത്തെ ഒരു ബോർഡർ പോലെ. അപ്പോൾ ഇതിനകത്തോടെ നമ്മൾ കടക്കുമ്പോഴത്തേക്കും നമുക്ക് ഗോൾഡൻ ടെമ്പിൾ, അതിൻ്റെ ഉള്ളിലോട്ടല്ല, കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഗോൾഡൻ ടെമ്പിളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കാറിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു മുഷിവല്ലേ. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടായിരുന്നു. നമുക്ക് ഇരിക്കാൻ പറ്റാത്തത്രയും ചൂടായിരുന്നു. നമ്മൾ എ സി ഇട്ട് പോകാറില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എ സി ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് എ സിയുടെ സ്മെല്ല് പെട്ടെന്ന് പറ്റത്തില്ല. എല്ലാവരും ഛർദ്ദിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ എ സി ഓൺ ചെയ്ത് കാറിൻ്റെ ഡോറ്, നമ്മുടെ ഗ്ലാസ് താത്ത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ നല്ല ചൂടുണ്ടായിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം സഹിക്കാൻ പറ്റാത്തപ്പോൾ എ സി ഓൺ ചെയ്തു. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തി കേട്ടോ. സത്യം പറയാമല്ലോ, അവിടുത്തെ ഒരു ഐതിഹ്യവും അവിടുത്തെ നമ്മുടെ താജ്മഹലിലൊക്കെ പോകുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. നല്ല ഒരു ഭംഗിയാണ്, നല്ല ഒരു പ്രതീതിയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഗോൾഡൻ ടെമ്പിളാണ്. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പണ്ട് നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചു കാണാം. നമ്മൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, കുറേ ആളുകളെ ഇതിനകത്തിട്ട് വിഷപ്പുക നിറച്ച് കൊന്നു എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. അതിൻ്റെ വർഷങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് ഓർമ്മയില്ല. ആ ഒരു ഏരിയയാണിത്. അപ്പം ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ ഈ തലയിൽ ഈ സ്കാർഫൊക്കെ കെട്ടിയാലേ നമുക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത് അവിടുത്തെ പ്രതിമയാണ് കേട്ടോ. ആ ജാലിയൻ വാലാബാഗിൻ്റെ അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക, അവരെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിമയാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അവിടുത്തെ കുറേ കമ്മലുകളും സാധനങ്ങളൊക്കെ കണ്ടു. സൂപ്പറായിരുന്നു കേട്ടോ. നല്ല വലിയ വലിയ, എന്നുവെച്ചാൽ അവിടുത്തെ നമ്മുടെ സിഖുകാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള നല്ല നീളമൊക്കെയുള്ള കമ്മലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകംഭാഗമാണിത്. ബാക്കിൽ നിന്ന് അച്ഛനും ഹസ്ബൻഡും മക്കളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് ഇനി അവിടെ വരാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് ഞാനൊരു വീഡിയോ പകർത്തി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് ആ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലാണെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരുപാട് വ്യക്തികളുടെ ഫോട്ടോയും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് പകർത്തി. ഇത് ജാലിയൻ വാലാബാഗിൻ്റെ ആ സമയത്താണെങ്കിൽ ഉള്ള ഒരു ചിത്രം പോലെ അവരിങ്ങനെ അവിടെ ഇട്ടിരുന്നായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ വലിയ സമയമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഞങ്ങൾ വലുതായിട്ട് നിന്നില്ല. എല്ലാം ഒന്ന് ജസ്റ്റ് ചുറ്റി കണ്ടു. കാരണം അടുത്ത നെക്സ്റ്റ് ഞങ്ങൾ ഇതിലോട്ട് പോകണമല്ലോ, നമുക്ക് ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകണം. ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞിട്ട് നേരെ പോവേണ്ടത് വാഗാ ബോർഡറിലോട്ട് നമ്മൾ പോകും. അത് വീഡിയോ അടുത്ത് ഞാൻ ഇടുന്നുണ്ട്. ഇത് കുറച്ച് ലെന്തി അല്ലേ. അപ്പോൾ അവിടെ കുറേ സ്ക്രീനും അന്നത്തെ കാലത്തെ ബ്രിട്ടീഷ് സ്വേച്ഛാധിപത്യത്തെക്കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബോർഡും ഒക്കെ ആയിരുന്നു. ടി വി ആണെങ്കിലും അതിലുള്ള ഓരോ സീനറീസ് ആണെങ്കിലും അന്നത്തെ കാലത്തെ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഒരു ആമ്പൽക്കുളം കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു മഞ്ഞ കളറിൽ നിറയെ വിരിഞ്ഞ് നിൽക്കുക. അങ്ങനെ അതെല്ലാം കണ്ട് അതും വീഡിയോ എല്ലാം എടുത്തു. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ഇത് അതിൻ്റെ ഒരു സ്മാരകമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എക്സിബിഷൻ സെൻറ്റർ പോലെ എല്ലാം ഈ പണ്ടത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി പ്രയത്നിച്ചവരെയൊക്കെ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഈ അതൊക്കെ കണ്ട് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് എത്തി കേട്ടോ. ടെമ്പിളിൻ്റെ അകത്തോട്ട് കയറും മുമ്പേ തന്നെ ആദ്യം നമ്മൾ തലയിൽ ഞാനിപ്പം കണ്ടില്ലേ ഫോട്ടോ, അതുപോലെ സ്കാർഫ് കിട്ടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ആ ചൂടിൽ ആ കാല് നനയ്ക്കാൻ അവിടെ ഒരു വെള്ളം ഇങ്ങനെ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ കാല് നനച്ച് ഇങ്ങോട്ടേക്ക് പോകുമ്പം
ഇങ്ങനെ ആ വെളുത്ത ഭാഗത്തു നിന്നൊരു ഗോൾഡ് കളറിൽ അത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സിനിമാറ്റിക് ഒരു ഫീല് പോലെയായിരുന്നു. അത്രയ്ക്കൊരു ഭംഗിയുണ്ടായിരുന്നു. നിങ്ങളത് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ തലയിൽ ഇത് സ്കാർഫ് ഇട്ടിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഷോള് കൊണ്ടുവന്നായിരുന്നു. പിന്നെ അവരെല്ലാം അത് വെളിയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങി. അങ്ങനെ ഇതിനകത്തോട്ടേ വന്നു കേട്ടോ. എല്ലാവരുടെ തലയിലും ഉണ്ട്. ഇതൊരു സിഖുകാരുടെ ഇതാണ്, അമ്പലമാണ് കേട്ടോ. അപ്പം ഇവിടെ പ്രത്യേകിച്ച് അവരുടെ സിഖ് പരമായ ദൈവത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നദി കൊണ്ട് കേട്ടോ, നല്ല വൃത്തിയും അതിനകത്തൊരു പ്ലാസ്റ്റിക് പോലും ഇല്ലാതെ എല്ലാവരും നല്ല ക്ലീൻ ചെയ്ത് വലിയ വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾ അതിലൊക്കെ ഇറങ്ങി ഒന്ന് കളിക്കുക. പിന്നെ പെട്ടെന്ന് അധിക നേരം അവിടെ നിൽക്കാനൊന്നും സമ്മതിച്ചില്ലായിരുന്നു. അവർ വന്നത് ക്ലീൻ ചെയ്യുക, അതുകൊണ്ട് നമ്മളെല്ലാം കയറി പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറാൻ പറ്റിയില്ല. അവിടെ ഫുള്ളും ഭയങ്കര ക്യൂ ആയിരുന്നു. അങ്ങനെ അമൃത്സറിനകത്തൊക്കെ കണ്ടിട്ട് ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ട് നമ്മൾ വെളിയിലേക്ക് വന്നപ്പോൾ ഇതാണ് ഇവിടുത്തെ താരം കേട്ടോ. നല്ല കിടിലം ലസ്സി, ആഹാ, നല്ല തണുത്ത ലസ്സി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മളെ അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഫേമസ് ആയിട്ടുള്ള അവർ പാലുൽപ്പന്നങ്ങളും പിന്നെ തൈരൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കുടിച്ചു കേട്ടോ, ഒന്ന് തണുത്തു. അപ്പോൾ ഇതൊക്കെ മക്കൾക്ക് ഒരേ നിർബന്ധം, കാറ് വേണം വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടുപോയതാണ്. പിന്നെ അവരുടെ വിഷമം കണ്ടപ്പോൾ പിന്നെ